അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് തുർക്കിയെയും അടിച്ച് ഇറാൻ. തുർക്കിയെ വകവരുത്താനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് എന്ന് വ്യക്തമാകുന്നു. ഇറാൻ തുർക്കിക്ക് നേരെ തൊടുത്ത ബാലിസ്റ്റിക് മിസൈൽ കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് നാറ്റോയുടെ അത്യാധുനിക വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനം വിജയകരമായി തകർത്തു. ഈ ആക്രമണ ശ്രമത്തിൽ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തുർക്കി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാഖ് സിറിയൻ വ്യോമാതിർത്തി കടന്നതിന് ശേഷമാണ് മിസൈലിന്റെ സാന്നിധ്യം തുർക്കി സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചത്. മന്ത്രാലയമാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നാറ്റോയുടെ സുപ്രധാന അംഗരാജ്യമായ തുർക്കി ഇറാനുമായി 500 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള അതിർത്തി പങ്കിടുന്നുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ഏത് നടപടിക്കെതിരെയും പ്രതികരിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് തുർക്കി പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിലൂടെ ശക്തമായി ഓർമ്മിപ്പിച്ചു. അതേസമയം മേഖലയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന എല്ലാ നടപടികളിൽ നിന്നും വിട്ടുനിൽക്കാനും തുർക്കി അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടെയാണ് ഇറാൻ തുർക്കിക്കെതിരെ മിസൈൽ ആക്രമണം നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതോടുകൂടിയാണ് മേഖലയിൽ പുതിയൊരു അസ്ഥിരത രൂപപ്പെട്ടത്. ഖമനേയിയുടെ മരണത്തിന് പ്രതികാരമായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ US വ്യോമ താവളങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. കൂടാതെ ഇറാനുമായി കൈകോർത്ത് ലബനനിലെ ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെയും ആക്രമണം നടത്തി. US പ്രസിഡന്റ് ട്രംപ് ആഴ്ചകളോളം അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുമെന്ന് പ്രവചിച്ച യുദ്ധം ആരംഭിച്ച 5 ദിവസത്തിനുള്ളിൽ ഇറാനിലെ ഏകദേശം 1000-ഓളം പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഖമനേയിയുടെ വധത്തിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ദുഃഖം രേഖപ്പെടുത്തി. ഇറാനും US-ഉം നയതന്ത്രപരമായ ചർച്ചകളിലൂടെ ഒരു കരാറിൽ എത്തണമെന്ന ശക്തമായ നിലപാടാണ് തുർക്കി സ്വീകരിച്ചത്. പശ്ചിമേഷ്യയ്ക്ക് ഇനിയൊരു അസ്ഥിരത താങ്ങാനാവില്ല എന്ന് തുർക്കി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനെതിരായ സൈനിക നടപടികൾ ആ രാജ്യത്തിന്റെ സൈനിക ശേഷി കുറയ്ക്കുന്നതിൽ മാത്രം ഒതുക്കണമെന്നും ഇറാനിൽ ഭരണകൂട മാറ്റം നിർബന്ധമാകുന്നത് മേഖലയുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാകുമെന്നും തുർക്കി വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. ഈ സംഘർഷങ്ങൾക്കിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും പുതിയ സൈനിക ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് വെച്ച് ഇറാനിയൻ യുദ്ധക്കപ്പലായ ഐറിസ് ദേന ഒരു US ആണവ അന്തർവാഹിനി തകർത്തു. ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് നടന്ന മിലാൻ 2026 ബഹുരാഷ്ട്ര നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം ഇറാനിലേക്ക് മടങ്ങുകയായിരുന്നു ഐറിസ് ദേന. ഈ ആക്രമണം US പ്രതിരോധ സെക്രട്ടറി സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുർക്കിക്ക് നേരെയുള്ള ഇറാൻ മിസൈൽ ആക്രമണവും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നാവിക ഏറ്റുമുട്ടലുകളും പശ്ചിമേഷ്യയിലും അതിനപ്പുറത്തും നിലനിൽക്കുന്ന അതീവ സംഘർഷാവസ്ഥയെയും വർദ്ധിച്ചുവരുന്ന സൈനിക ഏറ്റുമുട്ടലുകളുടെയും സാധ്യതയെയും അടിവരയിടുന്നു. ഇത് മേഖലയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മധ്യപൂർവ്വ ദേശത്തിൽ സംഘർഷം ശക്തമാകുന്നതിനിടയിൽ നാറ്റോ യുദ്ധരംഗത്തേക്ക് കൂടുതൽ സജീവമായി ഇടപെടുന്നുവെന്ന സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. തുർക്കിയുടെ വ്യോമ അതിർത്തിക്ക് സമീപം എത്തിയതായി റിപ്പോർട്ട് ചെയ്ത ഇറാന്റെ ബാലിസ്റ്റിക് മിസൈല് നാറ്റോയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടതായി തന്നെയാണ് ബുധനാഴ്ച പുറത്തുവന്ന വിവരം. നാറ്റോ കൂടി രംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ അങ്കാറയിൽ രൂക്ഷമായ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും തന്നെയാണ് നടന്നുവരുന്നത്. ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തുർക്കി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇറാഖ് സിറിയൻ വ്യോമ അതിർത്തി കടന്നതിന് ശേഷമാണ് മിസൈലിന്റെ സാന്നിധ്യം തുർക്കി സൈനിക വൃത്തങ്ങൾ തന്നെ സ്ഥിരീകരിച്ചത്. നാറ്റോയുടെ സുപ്രധാന അംഗരാജ്യമായ തുർക്കി ഇറാനുമായി 500 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള അതിർത്തി പങ്കിടുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്നിട്ടും ഈ ഏറ്റുമുട്ടൽ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. മേഖലയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ശക്തമായ അതിർത്തി തർക്കങ്ങൾ അതുപോലെ തന്നെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെയും തന്നെ നടന്നു വരുന്നു എന്ന് വ്യക്തമാകുന്നു. ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അതിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. അങ്ങനെ പിടിച്ചു നിൽക്കണം എന്നുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞു എന്നും വ്യക്തമാകുന്നു. എന്തായാലും ഈ നീക്കത്തിൽ ഇറാൻ തുർക്കിക്ക് നേരെ തൊടുത്ത ബാലിസ്റ്റിക് മിസൈൽ അത് ചെറുതല്ലാത്തൊരു വലിയ കുഴപ്പം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മുൻപ് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഈ തുർക്കിയും കൂടി ഈ ഒരു സംഘർഷത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വലിയ രീതിയിൽ തന്നെയാണ് തുർക്കി ആദരിക്കുന്ന ഒരു
ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹൂതി വിമതർ തുർക്കിയെ വലിയ രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ആദ്യഘട്ടത്തിലുള്ള യുദ്ധത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ തുർക്കിയെ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഹമാസ്, ഹൂതികൾ എന്നിവരൊക്കെ തന്നെ ഒരു പക്ഷേ ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാകുന്നു. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ അത് ഒത്തുതീർപ്പിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് വ്യക്തമാകുന്നു. ഒത്തുതീർപ്പിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിൽ വില, പെട്രോൾ വില തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഇനി പറയേണ്ടി വരും. അതിൽ യാതൊരുവിധ തർക്കവും ഇല്ല എന്നും വ്യക്തമാവുകയാണ്. അതേസമയം ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വ്യക്തമായ മേൽക്കൈ എന്നാണ് ട്രംപിന്റെ അവകാശം. സൈനിക നീക്കം അതിവേഗം പുരോഗമിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വൈറ്റ് ഹൌസിൽ ടെക്നോളജി എക്സിക്യൂട്ടീവുകളുമായി സംസാരിച്ച ട്രംപ് സംഘർഷത്തിൽ US-ഉം സഖ്യകക്ഷികളും മേൽക്കൈ നേടുകയാണ് എന്ന് വ്യക്തമാക്കി. യുദ്ധത്തിലെ പ്രകടനത്തിന് US സൈന്യത്തിന് ട്രംപ് അസാധാരണമായ ഒരു റേറ്റിംഗ് നൽകിയിട്ടുമുണ്ട്. മുന്നണിയിൽ നമ്മൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ലളിതമായി പറഞ്ഞാൽ 10 എന്ന സ്കെയിലിൽ നിങ്ങൾ എങ്ങനെ റേറ്റ് ചെയ്യുമെന്ന് ഒരാൾ ചോദിച്ചു. ഞാൻ 15 എന്നായിരുന്നു ഉത്തരം പറഞ്ഞത് എന്നാണ് ട്രംപ് പറയുന്നത്. അങ്ങനെ 15 എന്ന് ഉത്തരം പറയുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ രണ്ട് കൂട്ടർക്കും ഒരു യുദ്ധം വരുമ്പോൾ നാശനഷ്ടം ഉണ്ടാകുന്നത് രണ്ടു പേർക്കുമാണ്. ഒടുവിൽ വിജയിച്ചവരാര് എന്ന ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സന്തോഷത്തോടു കൂടി കൈയടിക്കാൻ ആ സേനയിലെ പകുതിയിലധികം ആളുകളും ഇല്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും 15 എന്ന വളരെ സന്തോഷത്തോടു കൂടി ട്രംപ് പറയുകയാണ്. പക്ഷേ ഇങ്ങനെ സന്തോഷിച്ച് യുദ്ധം നടന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റ് പല രാജ്യങ്ങൾക്കും അതൊരു തിരിച്ചടിയാകുന്ന സാഹചര്യം വളരെ കൂടുതലാണെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇറാനിയൻ നേതാക്കൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നതിനാൽ അമേരിക്ക ഇപ്പോൾ ഒരു ആധിപത്യ സ്ഥാനത്താണ് എന്ന് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. നമ്മളിപ്പോൾ വളരെ ശക്തമായ ഒരു നിലയിലാണ്. അവരുടെ നേതൃത്വം അതിവേഗം ഇല്ലാതാവുകയാണ്. നേതാക്കൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നേതാവാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മരിക്കുന്നു എന്നും ട്രംപ് പറയുന്നു. യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ പരാമർശം. മിഡിൽ ഈസ്റ്റിലുടനീളം പുതിയ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും US സൈന്യം ഇസ്രായേലിനൊപ്പം ഏകോപിത പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യും. ഏറ്റവും നാടകീയമായ സംഭവ വികാസങ്ങളിൽ ശ്രീലങ്കൻ തീരത്ത് ഒരു US അന്തർവാഹിനി ഒരു ഇറാനിയൻ യുദ്ധക്കപ്പൽ മുക്കി. ഇറാൻ യുദ്ധക്കപ്പലായ IRIS ഡെനെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചാണ് ആക്രമിച്ച് മുക്കിയത്. തങ്ങളുടെ മുങ്ങിക്കപ്പലാണ് എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു. കപ്പൽ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളെ Xലൂടെ പുറത്തുവിട്ടു. ആക്രമണത്തിൽ 87 പേർ കൊല്ലപ്പെട്ടുവെന്ന് രാജ്യത്തെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഇന്നലെ പ്രാദേശിക ടെലിവിഷനിൽ പറഞ്ഞു. ഇറാന്റെ മിസൈൽ ശേഷിയെ ദുർബലപ്പെടുത്തുകയും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ നടക്കുന്ന നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് പെന്റഗൺ പറഞ്ഞു.